പാൽക്കഞ്ഞി എടുത്തു വെച്ചോളൂ. ആ കഞ്ഞി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഈ ബ്രോഡാഡി എന്ന് പറയുന്ന ഒരു സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് അഭിനയിച്ചതാണ്. അപ്പൊ ഇതിനകത്ത് ലാലേട്ടന്റെയും മീനയുടെയും മകനായി അഭിനയിക്കുന്ന പഴയ ലാത്തിയുടെ തന്നെ. നിനക്ക് ഈ വാചകൊന്ന് കുറച്ചാലെന്താ? ഇപ്പൊ വളരെ കുറച്ചിരിക്കുക. ഓഹോ, ഇതാണോ കുറച്ച അവസ്ഥ? യഥാർത്ഥത്തിൽ ആ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു 25 26 വയസ്സുള്ള ഒരാൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കഥാപാത്രമാണ്. ഇന്നെങ്കിലും വല്ല പുതുമ ഉണ്ടാവും ഞാൻ വിചാരിച്ചു, ഉണ്ടായില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തലമുറ എന്നെ വേണ്ട. ആ ഒരു കഥാപാത്രം ഒരു സംവിധായകൻ ഇതിലെ വേണമെങ്കിൽ മറ്റേതെങ്കിലും യുവതാരത്തെ വെച്ച് ചെയ്തിരുന്നുണ്ടെങ്കിൽ ആ കഥാപാത്രം കുറച്ചും കൂടെ മനോഹരമാവുകയും കുറച്ചും കൂടെ അതിനെ ഒരു യുക്തിഭദ്രമായിട്ടുള്ള ഒരു ഫീൽ. സാറിന്റെ പരിമിതികൾ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആരുടെ സിമ്പതി ഒന്നും എനിക്ക് ആവശ്യമില്ല. എന്നെ വകുപ്പ് പഠിപ്പിക്കാൻ നീ ആരാടാ? നീ ഞരമ്പേ കളിക്കുമ്പോഴേ ഞാൻ വരമ്പേ കളിക്കുവാ. ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, തന്റെ അവസരങ്ങൾ തേടി മുംബൈയിൽ പോയിട്ട് അവിടെ നിന്ന് ഹിന്ദിയിൽ നമ്മൾ ഈ ചെയ്തിട്ടുള്ള സിനിമകളും കഥാപാത്രങ്ങളും കണ്ടാൽ കോമാളിത്തരങ്ങൾ എന്ന് തോന്നിപ്പിക്കത്തക്ക കഥാപാത്രങ്ങളാണ്. ചെയ്ത കഥാപാത്രം മനോഹരമായിട്ട് ചെയ്തതിന് അപ്പുറത്തേക്ക് എല്ലാ സിനിമകളിലും ഒരേപോലുള്ള ഭാവാഭിനയം. രാഷ്ട്രീയക്കാരനെ പോലെ ആൾക്കാരെ വഹിക്കാൻ വായിട്ട് അലക്കാതെ വണ്ടി കയറിയിടാ. മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ കഷ്ടം. നിറഞ്ഞ അഭിനയങ്ങളും നാടകം എന്ന് തോന്നിപ്പിക്കത്തക്ക സംഭാഷണ ഡെലിവറികളും ഒക്കെ തന്നെയാണ് പല കഥ. അതിൻ്റെ അകത്ത് അതാണ് അദ്ദേഹം നടൻ എന്ന രീതി ചെയ്തു വെച്ചിരിക്കുന്നത്. നിർത്ത് എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാകും. ഇനി അവന്റെ വരവാണ് സാക്ഷാൽ അഖിൽ മാരാർ, അഖിൽ കട്ടാത്തല. ഞങ്ങളുടെ പുതിയ നാടകമാണേ, ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊന്ന് ക്ഷോഭിച്ചു. എന്റെ ദൈവമേ, അവനും ഒന്ന് ക്ഷോഭിച്ചു. ഭയങ്കര പേരാ, ചീത്തപ്പേരാ. അങ്ങനെയാണ് ഞാൻ കേട്ടത്. അതായത് അതിന്റെ വിഷ്വൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സീരിയലിനും ഷോർട്ട് ഫിലിമിനും ഒക്കെ താഴെ നിൽക്കുന്ന ഒരു വിഷ്വൽ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ആരാണ് ചോദിച്ചത്? ഏത് കണ്ടില്ലേ? അത് വാഴയമ്മത്തായിച്ചേട്ടാ. ഞാൻ കുറച്ച് സ്ലോ മോഷനിലൊക്കെ ഇങ്ങനെ നടന്ന് മ്യൂസിക് ഒക്കെ ഇടാൻ പറഞ്ഞു. അറിഞ്ഞപ്പോ അവനോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, അറിയാത്ത പണി ചെയ്ത് മനുഷ്യനെ കൊല്ലരുതെന്ന്. ആരാറ് പിന്നെ അനങ്ങുന്നില്ല. ഇത് മോഷൻ പിക്ചർ അല്ലേ, ഇത് വീഡിയോ അല്ലേ ഷൂട്ട് ചെയ്യുന്നേ, അതോ സ്റ്റിൽ ഫോട്ടോ ആണോ? അതെ, ഒരു കലാകാരന്റെ അന്തർദാഹം. വാഴക്കൊല തൊലിക്കല്ലേ, തൊലിക്കല്ലേ എന്ന്. ആ കത്തിയോണ്ട് കുത്തിക്കൊല്ലാനൊന്നും പറ്റില്ല മോളെ, ആകെ അടക്കി ചേർന്ന പാകത്തിനേ ഉള്ളൂ. പക്ഷെ കത്തി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പുളിവാടിന്റെ പച്ചക്കറി കത്തിയില്ലേ, അത് സെയിം സാധനം. എന്നിട്ട് മരം കൃഷ്ണേട്ടൻ കളരിയൊക്കെ പഠിച്ച ആളല്ലേ, ആദ്യത്തെ അടി നിങ്ങൾ അയക്കൂ. അതെ, പക്ഷേ എനിക്കിപ്പം പരിശീലനം സ്വല്പം കുറവാ. ധീരനും ശൂരനും പരാക്രമിയുമായ നമ്മുടെ കുര്യാക്കോസ് സാറിനെ പോഴ്ത്താൻ പറ്റിയ വാക്കുകൾ എന്റെ മലയാള ഭാഷ നിന്റെ കണ്ടുവരില്ലല്ലോ. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? അല്ല, എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. എന്റെ രണ്ടാമത്തെ കുട്ടി കിടക്കുന്ന ഡോർമേനില്ലേ, അവന്റെ ഛായയാണ് അയാൾക്ക്. ഞാൻ എന്ത് ചെയ്യാനാ, എല്ലാം പെട്ടെന്നായിരുന്നില്ലേ, ഒന്ന് പ്ലാൻ ചെയ്യാൻ പോലും സാധിച്ചില്ല. ശരിക്കും പുള്ളിയുടെ അച്ഛന്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ജാഫർ ഇടുക്കി പറഞ്ഞതുപോലെ ചട്ടമ്പികൾക്ക് കൂടി അപമാനമാണല്ലോ എന്ന് പറയുന്ന ആ ഒരു സംഭവമൊക്കെ എനിക്കും ശരിയാണെന്ന് തോന്നുന്നു. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ. ബെസ്റ്റ് രാജയോഗം കൊണ്ട് അനുഭവിച്ചോ.